ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ഇത്തവണ കുറച്ച് നേരത്തെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ബി. അതിന്റെ ഭാഗമായി ഈ മാസം 15 ശേഷം മകരസംക്രാന്തി ആഘോഷങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പട്ടിക പുറത്തുവിടുമെന്നാണ് ബി.ജെ.പിയുടെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നേ പോരാടാം എന്നുള്ളൊരു ആലോചനയിലാണ് ഇത്തവണ ബി.ജെ.പി ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്ന പോലെ സമാന രീതിയിൽ രാജ്യസഭാ അംഗങ്ങളും കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ബി.ജെ.പി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 400 സീറ്റാണ് ഇത്തവണ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ഇത്തവണ മോദിയുടെ പുതിയ മുദ്രാവാക്യം പുറത്തിറക്കിയിട്ടുണ്ട്. തീസരി ബാർ മോദി സർക്കാർ ആപ്കി ബാർ 400 പാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം കൂടി, 3-ാം പ്രാവശ്യം കൂടി മോദി സർക്കാർ, ഒപ്പം തന്നെ 400 സീറ്റുകൾ ലോക്സഭയിലേക്ക് എന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം. അതുകൊണ്ട് ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ ഇത്തവണ അത്രയധികം നിർണായകമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോലെ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ച് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്തവണ കുറച്ച് നേരത്തെ പണിയെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ബി.ജെ.പി ഇപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പ്രയോഗിച്ച് വിയോഗിച്ച അടുത്തിടെ ഇലക്ഷൻ നടന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയായിരിക്കും, അതേ PR വർക്കുകളൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കുക. പക്ഷേ ചില പ്രശ്നങ്ങൾ ബി.ജെ.പിയുടെ നേതൃത്വം ഇപ്പോൾ തന്നെ കണക്കുകൂട്ടുന്നുണ്ട്. അതിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും പ്രാദേശിക പ്രശ്നങ്ങളും സിറ്റിംഗ് എംപിമാർക്കെതിരെയുള്ള വികാരം എന്നിവയൊക്കെ തന്നെ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. അവിടെ പുതുമുഖങ്ങളെ പ്രത്യേകം പരിഗണിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, 2-ൽ കൂടുതൽ തവണ MP ആയവരെയും പ്രകടനം മികച്ചതല്ലാത്തവരെയും ഒക്കെ തന്നെ ഇത്തവണത്തെ സീറ്റ് പട്ടികയിൽ നിന്ന് വെട്ടി പുറത്താക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉൾപാർട്ടി പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായും കേരളത്തിലെ ചില സീറ്റുകളെ സംബന്ധിച്ച് തന്നെയായിരിക്കും. അക്കാര്യം സംശയമില്ല. ഈ 2 തവണ തോറ്റവരെയൊക്കെ ഇനി വീണ്ടും പരിഗണിക്കുമെന്നറിയില്ല. പകരം പുതുമുഖങ്ങൾക്ക് സാന്നിധ്യം കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഇത് കേരളത്തിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാ അംഗങ്ങളുമായ നിർമ്മല സീതാരാമും ഹർദീപ് സിംഗ് പുരി, S ജയശങ്കർ, V മുരളീധരൻ തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. അതിൽ നേരത്തെ തന്നെ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. V മുരളീധരനൊപ്പം തന്നെ ഇവിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇവിടെ മത്സരിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം തന്നെ ഇത്തവണ രംഗത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീകൾ, യുവാക്കൾ, ഒപ്പം പുതിയ ആളുകൾ, പുതിയ മുഖങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളും യുവാക്കളും കാര്യമായി പിന്തുണച്ചുവെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. വനിതാ സംവരണ നിയമം, വനിതകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, മുത്തലാഖ് നിരോധനം തുടങ്ങിയ നടപടികൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തുന്നത്. സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, പാവപ്പെട്ടവർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇനി ബി.ജെ.പിയിൽ പുതിയ മുഖങ്ങൾക്ക് മാത്രമേ സാധ്യത കൊടുക്കുന്നുള്ളൂ. 2 തവണ MP ആയി നിന്ന് ജയിച്ചവർക്കും തോറ്റവർക്കും ഒന്നും ഇനി അധികം സാധ്യത കിട്ടില്ല. പകരം സ്ത്രീ വിഷയങ്ങൾ മുന്നിൽ കൊണ്ടുകൊണ്ട് സ്ത്രീ വിഷയങ്ങൾ ചർച്ചയാക്കാനാണ് ഇത്തവണ മോദി ശ്രമിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നാരീശക്തി അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇത്തവണ മോദി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത്. അത് സ്വാഭാവികമായിട്ടും സ്ത്രീ വോട്ടുകൾ കൂടുതലാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ്. ഒപ്പം യുവാക്കളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയധികം ഉപയോഗമാകും എന്ന വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ മോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്നൊരു സൂചന തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നിന്ന് മത്സരിച്ച് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ മോദി മത്സരിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു സൂചന, അല്ലെങ്കിൽ അവിടെ തമിഴ്നാട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും, ബി.ജെ.പിക്ക് അധികം നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അവിടെയുള്ളത്. രാമനാഥപുരത്തോ അല്ലെങ്കിൽ കന്യാകുമാരിയിലായിരിക്കും മോദി മത്സരിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ തമിഴ്നാട് സംസ്ഥാന ഘടകൻ അധ്യക്ഷനായിരിക്കുന്ന K. അണ്ണാമല തന്നെ ഇത് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. 2014-ൽ മോദി വഡോദരയിലും വാരണാസി എന്നിവിടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 2019-ൽ വാരണാസിയിൽ മാത്രമാണ് മത്സരിച്ചത്. അതായത് മോദിയെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും എന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കന്യാകുമാരിയിലാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ വലിയ തരംഗം ഉണ്ടാക്കുമെന്നും അത് വോട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്ന ബോധ്യത്തിലാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ കടുത്ത മത്സരങ്ങൾ ഉണ്ടാകും എന്ന കാര്യം സംശയം വേണ്ട. മാത്രമല്ല, കോൺഗ്രസിന്റെ പല നേതാക്കളും ദക്ഷിണേന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഉത്തരേന്ത്യയിൽ അവർക്കിനി ജയിക്കാൻ കഴിയില്ല എന്ന കാര്യം ഏകദേശം ഒക്കെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബി.ജെ.പി ഒരു മഴ മുന്നേ എറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ബി.ജെ.പി വളരെ പെട്ടെന്ന് ഈ പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതിന് ഉദ്ദേശം
തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഒത്തൊരുമയിൽ തന്നെയാണ്. മാത്രമല്ല ഇത്തവണ ഇലക്ഷനെ നേരിടുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമായിരിക്കില്ല. അത്രത്തോളം ജനരോഷം നിലനിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് BJP സർക്കാർ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ മുൻകരുതലായി കരുതിയിരിക്കുക എന്നുള്ള കാര്യമാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി മോദി തയ്യാറെടുക്കുന്നത്.